Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റേഡ് ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസുകൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ നമുക്ക് എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എങ്കിലും അറിയാനോ പഠിക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാൻ ഓൺലൈൻ തന്നെ കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയാണ് ഏതാണ് നമ്മൾ മെയിൻ ചാർട്ട് ആദ്യം നോക്കുക. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് 23,683 റൺ ചെയ്യുന്നത്. ഇതിനകത്ത് റെഡ് ഡൗൺ ആരോ നമുക്ക് സെല് ചെയ്യാനുള്ളതും ഗ്രീൻ അപ്പ് ആരോ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അതായത് നമുക്ക് മെയിൻ ചാർട്ട്, അതായത് അണ്ടർലൈൻ അസറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ കോൾ സൈഡാണോ പുട്ട് സൈഡാണോ എൻട്രി എടുക്കേണ്ടത്, ഏത് സ്ട്രൈക്കാന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ റെഡ് സിഗ്നൽസ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നോളം നമ്മൾ കൺഫർമേഷൻ ഒക്കെ ചെക്ക് ചെയ്ത് ട്രേഡ് നമ്മൾ മാനുവലി നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കണേ. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ല് നമുക്ക് എടുക്കാം. ഇപ്പോൾ സെൽ സിഗ്നൽ വന്ന് അലേർട്ടിലും വന്ന് ഏറ്റവും മേളിൽ എഴുതി കാണിച്ചു സെൽ നെറ്റ് 23,788 23,778 നിഫ്റ്റി സെല്ലോട്ട് വന്നത്. അപ്പോൾ സെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പുട്ട് സൈഡാണ് എൻട്രി വരുന്നത് 23,788 ഈ ലെവലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അത് ഇൻ ദ മണിയോ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെടുക്കുന്ന ഓപ്ഷൻ ചാർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ വേണ്ട 23,800 23,700 23,600 ഏതും ആയിക്കോട്ടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ചെയിൻ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ്റെ ചാർട്ടിലാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത്. കാരണം മെയിൻ ചാർട്ട്, അതായത് നിഫ്റ്റി ചാർട്ട് നമ്മൾ നോക്കുന്ന രണ്ട് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കോളാണ് പുട്ടാണ് എടുക്കേണ്ടത്, ഏത് സ്ട്രൈക്ക് എന്നുള്ള. ബാക്കി നമ്മൾ ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഈ ഓപ്ഷൻ ചെയിൻ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം. ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ നമുക്ക് ഇതുപോലെ ഒരു ബൈ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 24,000 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. അവിടെ നമുക്ക് ഇതുപോലെ ബൈ സിഗ്നൽ കാണിച്ചാൽ മാത്രം പോരാ, അത് കൺഫേം ആയിരിക്കണം. കൺഫേം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആരോ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കുക. ആരോ ഇവിടെ ഉണ്ടായിരിക്കണം. അതിനുശേഷം പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ ആരോയുടെ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് എപ്പോഴും സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്യുമ്പോൾ തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, സിഗ്നലിന്റെ ഫേവറിലായിരിക്കണം. സിഗ്നലിലേക്ക് ബൈ ആയതുകൊണ്ട് തന്നെ അത് താഴത്തെ ഗ്രീൻ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ അല്ലെങ്കിൽ ചില സമയത്ത് 1-2 ക്യാൻഡിൽ ശേഷം കൺഫർമേഷൻ കിട്ടുന്നത്, നോ പ്രോബ്ലം, അവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു കേസിൽ തേർഡ് ക്യാൻഡിലാണ് കൺഫർമേഷൻ കിട്ടിയത്. നോക്കുവാണെങ്കിൽ അറൗണ്ട് സെയിം നമ്മുടെ എൻട്രി കറക്റ്റ് 256 അറൗണ്ടാണ് നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റിയത്. പക്ഷേ നമ്മുടെ ആക്ച്വൽ എൻട്രി പ്രൈസ് ഏതാണ്ട് അത് സെയിം തന്നെയാണ്. 253.50 നമുക്ക് ആക്ച്വൽ എൻട്രി വന്നിരിക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു എന്ന് വിചാരിക്കാം. എക്സിറ്റ് ലെവലും അതേ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 278, 299, 319 ഇങ്ങനെ ഓരോ സ്ട്രൈക്ക് ചാർട്ട് എടുക്കുമ്പോൾ, ഓരോ ഓപ്ഷൻ ചാർട്ട് എടുക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ എല്ലാം കാണാൻ പറ്റും. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ കാണാൻ പറ്റും. ഇപ്പം നോക്കുമ്പോൾ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ 80-90% ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. കൺഫേം ആക്രോസ് വരുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുമ്പോൾ 113 പോയിന്റ് കയറി നിൽക്കുവാണ്. ഈ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇനിയും മാർക്കറ്റ് കയറി തന്നെ പോകും. അപ്പം നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വരുമ്പോൾ നമ്മൾ മാറിയേക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്, ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ സ്ട്രാറ്റജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.